എന്റെ പൊന്നു സഹോദരാ, നീ ഒരു തെറ്റ് ചെയ്താൽ അത് നിന്റെ കൂട്ടുകാര് കണ്ടാൽ അപ്പൊ തന്നെ ഇത് വാട്സപ്പിൽ കൊടുക്കില്ലേ, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യില്ലേ? അതല്ല, പാതിരാത്രിയിൽ ഒരു തെറ്റ് ചെയ്താൽ നിന്നെ നാട്ടുകാര് കണ്ടുപിടിച്ചാൽ അവര് കെട്ടിയിട്ടിട്ട് ഫേസ്ബുക്കിലൂടെ ലൈവ് കൊടുക്കില്ലേ? നിനക്ക് ഏറ്റവും സ്നേഹമുണ്ടെന്ന് പറയുന്ന നിന്റെ ഭാര്യ നീ ചെയ്ത തെറ്റ് കണ്ടാൽ അവൾ അവളുടെ ഉമ്മയോടെങ്കിലും പറയാതിരിക്കുമോ? ഇനി ഏറ്റവും സ്നേഹമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ ഉമ്മയാണെങ്കിൽ പോലും ആ ചെയ്ത തെറ്റ് കണ്ടാൽ ഉമ്മ ഒരു വടിയെടുത്തിട്ട് മക്കളെ അടിക്കുകയില്ലേ? എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, സഹോദരി, നമ്മളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ആദ്യം കണ്ടതാരാ? ആ തെറ്റ് ലോകത്ത് ആദ്യം കണ്ടതാരാ? അത് മറ്റാരുമല്ലല്ലോ, അത് നമ്മുടെ അല്ലാഹു അല്ലയോ? വനഹിനു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. നിന്റെ കണ്ണ ഞരമ്പിനേക്കാൾ അടുത്ത് ഞാൻ ഇരിക്കുകയല്ലയോ? നമ്മളൊരു തെറ്റ് ചെയ്താൽ ആദ്യം അത് കണ്ടത് അല്ലാഹുവല്ലേ? എന്നിട്ട് ആ തെറ്റിന് ലോകത്തൊരാളോടും പറയാതെ, നിന്റെ ഭാര്യ പോലും അറിയാതെ, നിന്റെ മക്കളറിയാതെ, ഒരാൾ പോലും അറിയാതെ അതിനെ മറച്ചു വെച്ചതാരാ? നിന്നോട് ഏറ്റവും സ്നേഹമുള്ള, നിന്നോട് ഏറ്റവും അലിവുള്ള നിന്റെ റബ്ബല്ലേ? അവന് സത്താറല്ലയോ? അവന് മറച്ചു വെക്കുന്നവനല്ലയോ? അല്ലാഹു പറയാൻ, എന്റെ പ്രിയപ്പെട്ട അടിമേ, നീ മദ്യപിക്കുന്നത്, നീ വ്യഭിചരിക്കുന്നത്, നീ ലഹരിക്ക് പാത്രമാകുന്നത് ആദ്യം കണ്ടത് ഞാനാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഒരാളോട് പോലും പറയാതെ, ഒരാളുടെ മുമ്പിൽ നിന്നെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാതെ, ആരുടെ മുമ്പിൽ നിന്നെ തലകുനിപ്പിക്കാതെ നിന്റെ അഭിമാനത്തെ കാത്തു സൂക്ഷിച്ചത് സ്നേഹമുള്ള ഞാനല്ലയോ? എന്തിനാണ് അല്ലാഹു ആരോടും പറയാതെ ഇങ്ങനെ മറച്ചു വെച്ചത്? എന്തിനെന്നറിയോ? അല്ലാഹു തന്നെ പറയാ, ലഅല്ലഹും നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വരുമോ എന്ന് പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുകയാ. പൊന്നുമോനെ, അല്ലാഹനെ മനസ്സിലാക്കുമോനെ. അല്ലാഹ് പറയാ, ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഒരാളുടെ മുമ്പിൽ നിന്നെ ഞാൻ അപമാനിതനാക്കിയിട്ടില്ല കേട്ടോ. നിനക്കിത് മനസ്സിലാകുമ്പോ റബ്ബേ, നിന്നോട് എനിക്കെന്ത് സ്നേഹമാണ് റബ്ബേ. അല്ലാഹുവേ, ഞാനിനി ഒരിക്കലും ഇത് ചെയ്യില്ലെന്ന് ആരും അറിയാതെ നീ എന്നോടൊന്ന് സമ്മതിച്ചാൽ മതി. നിനക്ക് ഞാൻ പുറത്തു തന്നേക്കാം. നിനക്ക് ഞാൻ പുറത്തു തന്നേക്കാം. ഗൾഫിൽ വെച്ച് ചെയ്തതാണ് ഭാര്യ അറിഞ്ഞിട്ടില്ല, നാട്ടിൽ വെച്ച് ചെയ്തതാണ് ഗൾഫിലുള്ള ഭർത്താവ് അറിഞ്ഞിട്ടില്ല. ആരും അറിയണം മറച്ചു വെച്ചത് എന്തിനെന്നറിയോ പെങ്ങളെ? എന്തിനാണെന്നറിയോ പെങ്ങളെ? നിനക്ക് തെറ്റ് തിരിച്ചും മനസ്സിലാക്കിയിട്ട് ആരും അറിയാതെ ഒരു ദിവസം ആരും അറിയാതെ പൊട്ടിക്കരഞ്ഞിട്ട് റബ്ബേ, അറിയാതെ ചെയ്തു പോയി അല്ലാ, അറിയാതെ പറ്റിപ്പോയി റബ്ബേ, ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ലെന്ന് ആരും അറിയാതെ നീ എന്നോടൊന്ന് പറഞ്ഞാൽ മതി. നിനക്ക് ഞാൻ പുറത്തു മാപ്പാക്കി തരാം. ഇനി നിനക്ക് നരകമില്ല കേട്ടോ, ഇനി നിനക്ക് നരകത്തിന്റെ തീയില്ല കേട്ടോ, ഇനി നരകത്തിന്റെ തേളുകൾ നിന്നെ കൊത്തില്ല കേട്ടോ, ഇനി നിന്നെ നരകത്തിന്റെ പാമ്പുകൾ ആഞ്ഞു കൊത്തില്ല കേട്ടോ. നീ ചെയ്ത തെറ്റിനെ ആരും അറിയാതെ മൂടി വെച്ചത് നിന്റെ അല്ലാഹു അല്ലയോ? അവന് നിന്നോട് എത്ര സ്നേഹമാണ് ചെറുപ്പക്കാരാ, അവന് നമ്മളോട് എത്ര സ്നേഹമാണ് ചെറുപ്പക്കാരി. എന്തിനാണ് മറച്ചു വെച്ചത്? ലഅല്ലഹും യർജിഊൻ. തിരിച്ചു വരാൻ, തിരിച്ചു വരുന്നു, തിരിച്ചു വരുന്നു. എന്നാൽ റജബിൽ വന്നു, ശഅബാനിൽ വന്നു. 2 മാസം നിങ്ങൾക്ക് ഞാൻ സ്പെഷ്യലായിട്ട് വെച്ചിരിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ, ഉറക്കപ്പറ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സഹോദരാ, സഹോദരി, വഅനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു. ഏകനായ അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.